അച്യുതൻ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, രാഷ്ട്രപതി ഭവനിലെത്തിയ നരേന്ദ്രമോദി പ്രധാനമന്ത്രി അദ്ദേഹം ഇപ്പോൾ ഈ സ്ഥിതിഗതികൾ അറിയിക്കുകയാണല്ലോ രാഷ്ട്രപതിയെ. എന്തൊക്കെയാണ് വിവരങ്ങൾ അച്യുതൻ? ഉന്മേഷ്, അല്പം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിൽ എത്തിച്ചേർന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ രാഷ്ട്രപതിയോട് വിശദീകരിക്കും. നിലവിൽ ഇന്ത്യ ഇതുവരെ സ്വീകരിച്ച സൈനിക നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും രാഷ്ട്രപതിയോട് വിശദീകരിക്കുക. ഒപ്പം തന്നെ നിയന്ത്രണ രേഖയിലുള്ള ചില പ്രശ്നങ്ങൾ, പാക് പ്രകോപനം അടക്കമുള്ള കാര്യങ്ങളും പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ ധരിപ്പിക്കും. എന്താണ് ഇനി രാജ്യം പാകിസ്ഥാനെതിരെ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിലേക്ക് പാകിസ്ഥാൻ കടന്നാൽ ഇന്ത്യ ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും, അതിനെങ്ങനെ നേരിടും എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി രാഷ്ട്രപതിയെ ധരിപ്പിക്കും എന്നാണ് നമുക്ക് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിക്കുന്നത്. അതിൽ സേന വിജയകരമായി നടത്തിയ ആ ഒരു ദൗത്യം, ആ ദൗത്യത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷമാകും നിലവിലെ സ്ഥിതിഗതികൾ, രാജ്യത്തെ സ്ഥിതിഗതികൾ രാഷ്ട്രപതിയോട് ധരിപ്പിക്കുക. നിയന്ത്രണ രേഖയിലടക്കമുള്ള കാര്യങ്ങൾ ധരിപ്പിക്കും. അല്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ അതിർത്തി സംസ്ഥാനങ്ങൾ, പാകിസ്ഥാനുമായും നേപ്പാളുമായും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുമായും DGPമാരുമായും ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ വരുന്ന മണിക്കൂറുകളിൽ ഡൽഹി കേന്ദ്രീകരിച്ച് നിരവധി യോഗങ്ങൾ നടക്കുമെന്ന വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. നേരത്തെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി രാവിലെ വാർത്താ സമ്മേളനം അവസാനിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, ഈ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങളില്ല, പക്ഷേ വരുന്ന മണിക്കൂറുകളിൽ വീണ്ടും നമ്മൾ തമ്മിൽ കാണും, അതിൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ള കാര്യമാണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം അതിലുണ്ടാകുമെന്ന കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നത്. അതായത് വരുന്ന മണിക്കൂറുകളിലും ഇന്ത്യ ഏത് തരത്തിലുള്ള നിലപാട് പാകിസ്ഥാൻ പ്രകോപനത്തിനെതിരെ സ്വീകരിക്കും എന്ന കാര്യം വ്യക്തമാക്കും. അല്പം മുൻപ് റിപ്പോർട്ടർ ശ്രീനാഥ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ശരിയാണ് അച്യുതൻ, നമ്മൾ ശ്രീനാഥ് ചന്ദ്രനിലേക്ക് കൂടി പോവുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാനിരിക്കുകയാണല്ലോ, പാകിസ്ഥാൻ അഭിസംബോധന ചെയ്യാൻ. ശ്രീനാഥ്, അവിടെ രാവിലെ ചില യോഗങ്ങളൊക്കെ ചേർന്നിരുന്നുവല്ലോ. ഈ പാക് പ്രധാനമന്ത്രി എന്തായിരിക്കും വിശദീകരിക്കുക? ഇന്ന് രാവിലെ ഏതാണ്ട് 10 മണിയോടെയാണ് പാകിസ്ഥാൻ ഒരു സുരക്ഷാ ഏജൻസികളുടെ ഒരു യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്തത്. അവരുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അടക്കമുള്ള, അതായത് ഇപ്പോൾ ISIയുടെ ചുമതലയുള്ള അദ്ദേഹത്തിന് തന്നെയാണ് ഈ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ അധിക ചുമതലയും കഴിഞ്ഞ ദിവസം നൽകിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി ഒരു സാന്നിധ്യത്തിലാണ് പ്രധാനമന്ത്രി ഇത്തരമൊരു നിർണായകമായ ഒരു യോഗം വിളിച്ചു ചേർത്തത്. ഇന്ത്യ നടത്തിയ ആക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എത്രത്തോളം ആഘാതം പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, മാത്രമല്ല മുന്നോട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളിൽ പാകിസ്ഥാൻ എന്തൊക്കെ നടപടികൾ മുന്നോട്ട് സ്വീകരിക്കണം എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് നിർണായകമായ യോഗം രാവിലെ 10 മണിയോടെ ചേർന്നത്. അതിൻ്റെ ഒരു ഔട്ട്കം, അതിൻ്റെ ഒരു ഫലം എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നറിയണമെങ്കിൽ വൈകിട്ട് ഇനിയിപ്പോൾ 3:30 ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നടത്തുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതിൽ ഉണ്ടാകും. എന്തൊക്കെയാണ് പാകിസ്ഥാൻ്റെ തീരുമാനങ്ങൾ എന്നത് അദ്ദേഹം 3:30 അവരുടെ രാജ്യത്തെ പാകിസ്ഥാനെ അഭിസംബോധന ചെയ്ത് അവിടുത്തെ ജനങ്ങളോട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. ഇതിനോടകം തന്നെ പാകിസ്ഥാൻ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നതടക്കമുള്ള പല ക്ലെയിമുകളും അവകാശവാദങ്ങളും ഒക്കെ അവരിങ്ങനെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതിന് യാതൊരു തെളിവുകളുമില്ല. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയാനുള്ള സാധ്യതയുണ്ട്. കാരണം നിലവിൽ അവർക്ക് വലിയൊരു സെറ്റ് ബാക്ക്, വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അവരുടെ നാട്ടിലെ സ്വന്തം ജനങ്ങൾ പോലും അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും സൈനികരുടെ കഴിവിനെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം പ്രതിസന്ധികൾ കൂടി രാജ്യത്തിനകത്ത് നിന്ന് ഉത്തരം പറയേണ്ട പല ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട്. അതിനൊക്കെ ഉത്തരം പറയാനായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ആ ഒരു പ്രസംഗം ഉപകാരപ്പെടുത്തുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുക. ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം, അതായത് 2 മണിക്ക് ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കെടുക്കുന്ന സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, സിക്കിം, വെസ്റ്റ് ബംഗാൾ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരുടെയും ചീഫ് സെക്രട്ടറിമാർ, അതായത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേപ്പാളുമായി
പ്രധാനമായി അതിർത്തി പങ്കിടുന്ന ഇടങ്ങളിലെ കൂടി DGP-മാരുടെയും ഒപ്പം ചീഫ് സെക്രട്ടറിമാരെയും ഒക്കെ തന്നെ BSF-ന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരെ കൂടി ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലൊരു സാഹസത്തിന് മുതിരുമെങ്കിൽ അതിനെ കൂടി തടയേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഉള്ള തയ്യാറെടുപ്പുകൾ കൂടി വിലയിരുത്താൻ വേണ്ടിയാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്നിപ്പോൾ 4 മണിയോടെ സംസ്ഥാനങ്ങളിൽ നേരത്തെ തയ്യാറാക്കിയ പട്ടിക പ്രകാരം മോക്ക് ഡ്രിൽ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതിന്റെ കൂടി ഒരുക്കങ്ങൾ ഈ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം എന്നുള്ളതിലേക്ക് അവിടെ കുറച്ചുകൂടി കൂടുതൽ കരുതലും ശ്രദ്ധയും കേന്ദ്ര സർക്കാർ ചെലുത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ 2 മണിക്ക് തന്നെ മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗം അമിത്ഷാ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.